ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ബദ്രീനാഥിൽ നിന്നും ഋഷികേശിലേക്കുള്ള ബസ്സിലാണ്. യാത്ര ഇപ്പോൾ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വെയിറ്റ് ചെയ്യാണ്, ബസ്സിനകത്താണ്. ഈ ബസ്സിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. അപ്പം അങ്ങനെ ബദ്രീനാഥ് ബസ് സ്റ്റാൻഡിനോട് ഇവിടെ വെച്ചുള്ള സമയമായിരിക്കുന്നു. 7 മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൾക്കാരൊക്കെ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. എന്നാലും വെയിറ്റ് ചെയ്യാണ്. ഇന്നലെയും ബ്ലോക്കായിരുന്നെന്നാണ് പറഞ്ഞത്. വണ്ടി 7:10 സ്റ്റാർട്ട് ചെയ്തു. റോഡ് മുഴുവൻ നല്ല മൂടൽമഞ്ഞാണ്. ഇന്ന് ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. 7:10 7 മണി എന്നുള്ളത് 7:10 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹനുമാൻ ചട്ടി. ഹനുമാൻ ചട്ടി എന്ന് പറഞ്ഞാൽ ഹനുമാന്റെ ഒരു അമ്പലമുള്ള ഒരു സ്ഥലമാണ് ഹനുമാൻ ചട്ടി. ഇങ്ങനെ വീണ്ടും ഒരു പാലം. ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഹൈഡ്രോ പവർ പ്ലാന്റ് ആണ്. ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഹൈഡ്രോ പവർ പ്ലാന്റ് ആണ്. ഇത് ജയപ്രകാശ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ജെ പി പവർ പ്ലാന്റ് ആണ്. ഇതുപോലെ കുറേ പ്ലാന്റുകളുണ്ട്. JPയുടെ ഉണ്ട്, അതുപോലെ വേറെ കമ്പനികളുടെ പല ചെറിയ ചെറിയ പ്ലാന്റുകളുണ്ട്. താഴോട്ട് വരുന്ന വഴിക്ക് JP ഹൈഡ്രോ പവർ പ്ലാന്റ്. ബെയ്ലി ബ്രിഡ്ജ്, മിലിറ്ററി ടെമ്പററി ബ്രിഡ്ജിൻ്റെ പേരാണ് ബെയ്ലി ബ്രിഡ്ജ്. ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡായിട്ട് റോഡെല്ലാം പോയി കിടക്കുകയാണ്. ഇതെല്ലാം മാറ്റിയതാണ്. ലാൻഡ് സ്ലൈഡ് വന്നിട്ട് മണ്ണ് മാറ്റിയതാണ്. ഇനി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇടത്ത് സൈഡിലൊരു ഗേറ്റ് കാണാം. താഴെ ഒരു ബദ്രിയുണ്ട്, യോഗധ്യാന ബദ്രി എന്ന് പറയും. സപ്തബദ്രിയിലുള്ളതാണ് ഇതിൻ്റെ ഈ ഗേറ്റ്. ഇറങ്ങി താഴോട്ട് പോകണം. ഇതേപോലെ തന്നെ അപ്പുറത്തും ഒരു ഗേറ്റുണ്ട്. കുറച്ച് മുന്നോട്ട് മാറിയാലും ഗേറ്റുണ്ട്. 2 ഗേറ്റുകളുണ്ട്. അതിൽ നിന്ന് പോകാൻ പറ്റും. യോഗധ്യാൻ ബദരി. അതേപോലെ തന്നെ ഈ ഗോവിന്ദ് ഘട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലി ഓഫ് ഫ്ലവേഴ്സ് ഫുലോംഗ് ഘാട്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഹേമകുണ്ട് സാഹിബ്, അവിടേക്കും ഇവിടെ നിന്നാണ് നമുക്ക് പോകാൻ പറ്റുന്ന സ്പോട്ട്. ഇവിടെ നിന്ന് ഇടത്തോട്ട് ഇറങ്ങി പോകണം. ഹേമകുണ്ട് സാഹിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഗുരുദ്വാരയാണ്. ഈ ഫുലോംഗ് ഘാട്ടി എല്ലാ ദിവസവും തുറക്കത്തില്ല. അതിന് സീസൺ ടൈമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആവശ്യം പോലെ വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു പ്രാവശ്യം പോയിട്ടുണ്ട് ഫുലോംഗ് ഘാട്ടി. അതേപോലെ തന്നെ ഹേമകുണ്ട് സാഹിബിലും പോയിട്ടുണ്ട്. ഏകദേശം 8 കിലോമീറ്റർ നമുക്ക് ഗോവിന്ദ് ഘട്ടിയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി വേറൊരു സ്പോട്ടുണ്ട്. അവിടെ വരെ ജീപ്പ് കിട്ടും. അവിടെ നിന്നും ഫുലോംഗ് ഘാട്ടിയിലോട്ട് ഇടത്തോട്ടും നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹേമകുണ്ട് സാഹിബും. അങ്ങനെ 2 സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. 3 മെയിൻ സ്പോട്ടുകളാണ് ഈ ഗോവിന്ദ് ഘാട്ടിലുള്ളത്. 1 യോഗധ്യാൻ ബദരി, 2 ഫുലോംഗ് ഘാട്ടി, 3 ഹേമകുണ്ട് സാഹിബ്. വീണ്ടും ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. റോഡൊക്കെ ഭയങ്കര കണ്ടീഷൻ മോശമാണ്. കാരണം വെച്ചാൽ എപ്പോഴെപ്പോഴും ലാൻഡ് സ്ലൈഡിങ് നടക്കുന്ന സ്ഥലമാണ്. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിലത്തെ പാറകളെല്ലാം പാറയും മണ്ണും കൂടെ റോഡിലേക്ക് ഒലിച്ചു വീഴും. അതാണ് ഇവിടുത്തെ പ്രശ്നം. കഴിഞ്ഞ ദിവസം മൂടൽമഞ്ഞ് കാണാനായിട്ട് ഇറങ്ങി നടന്നതാണ്. തൊപ്പി വെക്കാൻ മറന്നുപോയി. അതോടുകൂടി എൻ്റെ സൗണ്ടും പോയി, ചെറിയൊരു കോൾഡും പിടിച്ചു. അതാണ് ശബ്ദത്തിൻ്റെ ഒരു വ്യത്യാസം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ജോഷിമഠ എത്തിയിരിക്കുകയാണ്. ജോഷിമഠിലെ ന്യൂസുകളൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ. ഇവിടെ എപ്പോഴും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് ജോഷിമഠ. എസ്പെഷ്യലി മഴയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. ഞങ്ങളിങ്ങോട്ട് വന്ന വഴിക്ക് മാക്സിമം ബ്ലോക്കുകളുണ്ടായിരുന്നത് ഈ ജോഷിമഠിലായിരുന്നു. ജോഷിമഠിലാണ് ശങ്കരാചാര്യരുടെ ആശ്രമമൊക്കെ ഉണ്ട്.
അങ്ങനെ ജോഷിമഠിൽ തന്നെ ഫസ്റ്റ് ജാമിൽ കിട്ടി. എത്ര സമയം ഇവിടെ എടുക്കുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ജോഷിമഠ് സിറ്റിയെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ജാമായി. എന്തായാലും പെട്ടെന്ന് തന്നെ ജാം കഴിഞ്ഞു, വണ്ടി വിട്ടു. കഴിഞ്ഞ ദിവസം ജാം നമ്മൾ വണ്ടി ബ്ലോക്കായിരുന്ന സ്ഥലങ്ങളാണ് കൂടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമുക്ക് കണ്ടാലറിയാൻ പറ്റും, ഇവിടെ ഒരു വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ബ്ലോക്കായത്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. വലിയ സ്ക്രീനിലിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ മഹാത്മ്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടു നോക്കുക. സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ താഴത്തെ പൊക്കയാണ്. ശരിക്കും ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്കങ്ങ് മേളിലെത്താൻ പറ്റും. ഇതൊരു ടണൽ പണിതുകൊണ്ടിരുന്നതാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം 5 മണിക്കൂർ ബ്ലോക്കായിരുന്ന സ്ഥലമാണ്. ഇന്ന് രാവിലെ വന്നപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, രക്ഷപ്പെട്ടു പോന്നു. മഴ പെയ്ത് മുഴുവൻ ചളിയും ഇതായിട്ട് കിടക്കുകയാണ്. ഇതൊരു ടണൽ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വീണ്ടും ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലമാണ്. നിങ്ങൾ ശരിക്കും വലിയ സ്ക്രീനിലിട്ടൊന്ന് കാണുക, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. റോഡെന്ന് പറയുന്നത് ഇല്ല, റോഡെല്ലാം ഒഴുകിപ്പോയി. ഇതാണ് പിപ്പലാക്കോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. പിപ്പലാക്കോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് പിന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. പിപ്പലാക്കോട്ടി എത്തി. അങ്ങനെ രുദ്രപ്രയാഗ് എന്ന സ്ഥലത്തെത്തി. രുദ്രപ്രയാഗ് ഇതാണ് രുദ്രപ്രയാഗ് കൂടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. രുദ്രപ്രയാഗ് ഒരു ഡിസ്ട്രിക്റ്റും കൂടാണ്. അങ്ങനെ നമ്മൾ ശ്രീനഗർ എത്തിയിട്ടുണ്ട്. ശ്രീനഗർ 2 ഉണ്ട്, തെറ്റിദ്ധരിക്കരുത്. ഇത് ഉത്തരാഖണ്ഡിലുള്ള ശ്രീനഗറാണ്. ജമ്മു കാശ്മീരിലുള്ള ശ്രീനഗറല്ല, ഇത് ഉത്തരാഖണ്ഡിലുള്ള ശ്രീനഗറാണ്. ഈ പല സ്ഥലങ്ങൾക്കും സെയിം പേരിൽ തന്നെ പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിലുള്ള പേരും ഇവിടെ ഉള്ള ഒരേ പേരിലുള്ള സ്ഥലങ്ങളും മാറിപ്പോകരുത്. രുദ്രപ്രയാഗ് അങ്ങനെ എത്തിയിരിക്കുകയാണ്. രുദ്രപ്രയാഗ് അങ്ങനെ ഋഷികേശിൽ എത്തിച്ചേർന്നു. അങ്ങനെ ബദ്രിനാഥ് യാത്ര ഇതോടെ അവസാനിച്ചു. ഓം നമോ നാരായണായ.